നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രനും താനും തമ്മിലുള്ള തർക്കത്തിൽ കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണവുമായി ഡ്രൈവർ യദു രംഗത്തെത്തുകയാണ്. മേയർ മെമ്മറി കാർഡ് താൻ എടുത്തുവെന്നാക്കി തീർക്കാൻ പോലീസ് ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് പ്രധാന ആരോപണം. തെറ്റ് എന്റെ ഭാഗത്താണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മെമ്മറി കാർഡ് വിഷയത്തിൽ എന്താണ് മേയറെ ചോദ്യം ചെയ്യാത്തത് എന്നും ഇപ്പോഴുള്ള അന്വേഷണ സംഘത്തെ മാറ്റണമെന്നും ഡ്രൈവർ യദു ആവശ്യപ്പെടുകയാണ്. ബസ്സിലെ CCTV മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ കണ്ടക്ടർ സുബിനെ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നു. തമ്മാനൂർ പോലീസാണ് കണ്ടക്ടറെ ചോദ്യം ചെയ്തത്. സംഭവ സമയം യദു ഓടിച്ചിരുന്ന ബസിന്റെ കണ്ടക്ടറാണ് സുബിൻ. തർക്കത്തിന്റെയും ഡ്രൈവർ വാഹനം ഓടിക്കുന്നതിനിടെ നിയമലംഘനം നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിന്റെയും ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. ഇതടങ്ങിയ മെമ്മറി കാർഡാണ് നഷ്ടപ്പെട്ടത്. KSRTC ഡ്രൈവറുമായി നടുറോഡിൽ തർക്കമുണ്ടായ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിനെതിരെയും കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. ആദ്യം കേസെടുക്കാതിരുന്ന പോലീസ് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇരുവർക്കെതിരെയും കേസ് എടുത്തത്. മേയർക്കും MLAയ്ക്കുമെതിരെ FIRൽ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. എന്നാൽ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ മേയറെ ചോദ്യം ചെയ്യണമെന്നാണ് ഇപ്പോൾ ഡ്രൈവർ യദുവിന്റെ പ്രധാന ആവശ്യം. അതേസമയം മെമ്മറി കാർഡ് കിട്ടാതെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. KSRTC ഡ്രൈവർ യദുവിനെയും കണ്ടക്ടറെയും വീണ്ടും ചോദ്യം ചെയ്യും. ഇരുവരുടെയും മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയതിന് പിന്നാലെയാണ് നീക്കം. ഡിപ്പോയിലെ ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്യും. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ലഭിക്കാതെ തുടരന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാർഡിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി വരികയാണ്. ഡ്രൈവർ യദുവിന്റെയും കണ്ടക്ടറുടെയും മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവശേഷം ബസ്സിൽ കയറിയതുമായി ബന്ധപ്പെട്ട് യദുവിന്റെ മൊഴികളിലും പോലീസ് വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ മൊഴിയിൽ വിശദമായി പരിശോധിച്ച് ഇരുവരുടെയും വീണ്ടും ചോദ്യം ചെയ്യാനാണ് നീക്കം. ഒരാഴ്ചയ്ക്കകം യദുവിനെയും കണ്ടക്ടർ സുബിനെയും ചോദ്യം ചെയ്യും. ഇതിലൂടെ കൂടുതൽ വ്യക്തത വരുമെന്നും പോലീസ് കണക്ക് കൂട്ടുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരം KSRTC ഡിപ്പോയിലെ ജീവനക്കാരെയും ചോദ്യം ചെയ്യും. എന്നാൽ കാർഡ് എടുത്തത് താനാണ് എന്ന് വരുത്തി തീർക്കാൻ പോലീസിന്റെ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് യദുവിന്റെ ആരോപണം. മെമ്മറി കാർഡ് നഷ്ടമായ സംഭവത്തിൽ KSRTC നൽകിയ പരാതിയെടുത്ത കേസിലാണ് പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുന്നത്. അതേസമയം യദുവിന്റെയും മേയറുടെയും പരാതിയിൽ കണ്ടോൺമെന്റ് എടുത്ത കേസിലും അന്വേഷണം പുരോഗമിക്കുകയാണ്.